ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഇപ്രാവശ്യത്തെ ബെസ്റ്റ് എഡിറ്ററിനുള്ള സ്റ്റേറ്റ് അവാർഡ് വിന്നറായ സൂര്യചേട്ടനാണ്. സ്വാഗതം. 2003 തുടങ്ങിയ ജേണി 2014 ഫിലിം എഡിറ്റർ ആവുന്നു. ഒരുപാട് സിനിമകളുടെ ഭാഗമായി. ഈ യാത്രയിൽ ഒരുപാട് ചലഞ്ചസും ഒരുപാട് അപ്രീസിയേഷൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. അതിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും പറയാം? പെട്ടെന്ന് ഓർമ്മയിൽ വരിക എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ 2 ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് സിനിമയും ചെയ്യുന്നുണ്ട്, പാരലലി അതിൻ്റെ ഒപ്പം പരസ്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും 2 പേസാണ് ശരിക്കും. സിനിമയ്ക്ക് നമ്മൾ കുറേ അധികം സമയമെടുത്തിട്ട്, അതായത് ഇപ്പോൾ ഒരു 80 സീനുകളോ 100 സീനുകളോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പരസ്യം അങ്ങനെയല്ല, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കഥ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് പരസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ ഉണ്ടാവും. അപ്പോൾ അതിനെ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കഥ പറഞ്ഞ് തീർക്കുക എന്നുള്ള ഒരു ടാസ്ക് ഉണ്ട്. അപ്പോൾ ആ പേസിൽ നിന്നുള്ള സ്വിച്ചിങ് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ചലഞ്ചാണ്. അതായത് പരസ്യം എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സെക്കൻഡോ 1.5 സെക്കൻഡോ ഒക്കെ ഒരു ഷോട്ട് ഉണ്ടാവുള്ളൂ. സിനിമയ്ക്ക് പക്ഷേ അങ്ങനെയല്ല. സിനിമയ്ക്ക് നമുക്ക് ഈ പറയുന്ന സീൻ ഡിമാൻഡ് ചെയ്യുന്ന ഡ്യൂറേഷൻ റെസ്ട്രിക്ഷൻ അല്ലല്ലോ. അതിനേക്കാൾ അതിൽ ഇമോഷനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രധാന ചലഞ്ച്, ടെക്നിക്കൽ ചലഞ്ച് എന്ന് തോന്നിയിട്ടുള്ളത് ഈ 2 മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ, 2 തരം കണ്ടന്റിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ചലഞ്ചാണ് പ്രധാനമായിട്ടുള്ള ചലഞ്ച്. പിന്നെ അതല്ലാതെ ഈ പറയുന്ന എന്താ പറയുക, ഇൻസിഡൻ്റലായിട്ട് ഇപ്പോൾ നമുക്ക് ഓരോ പ്രൊജക്റ്റിലും ഉണ്ടാവുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. അത് നമ്മൾ എന്താ പറയുക, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്രീസിയേഷൻ, അൾട്ടിമേറ്റ്ലി അപ്രീസിയേഷൻ എന്ന് പറയുന്നത് സിനിമ വിജയിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കഥ വായിച്ച് നമുക്ക് ഭയങ്കര പ്രതീക്ഷയോടെ ചെയ്യുന്ന സിനിമകളുണ്ടാവും. നേരെ മറിച്ച് ഒരു താല്പര്യമില്ലാതെ ചെയ്യുന്ന സിനിമകളും ഉണ്ടാവും. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് സിനിമ നന്നാവുക എന്നുള്ളതാണല്ലോ. സിനിമ നന്നാവുമ്പോൾ കിട്ടുന്ന അപ്രീസിയേഷൻ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇൻഡിവിജ്വലി ഇപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ എഡിറ്റിംഗ് നന്നായി എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ഒരു ടീം എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത് സിനിമ സക്സസ് ആവുക എന്നുള്ള സമയത്ത്. കിഷ്കിന്ധാകാന്ഡം ഒരുപാട് സമയമെടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എഡിറ്റിങ്ങിൽ എങ്ങനെയെങ്കിലും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടോ? ശരിക്കും സമയമെടുക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഒരു എഡിറ്റർ, എൻ്റെ കാഴ്ചയിൽ, അതായത് ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫ്രഷായിട്ട് ആ സബ്ജക്റ്റിനെ ഞാൻ കാണുന്നത്. അതായത് ഒരു പ്രേക്ഷകൻ ഈ സിനിമയെ എങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ ഫസ്റ്റ് കാഴ്ച എന്ന് പറയുന്നത് ഈ വായനയാണ്. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു തോന്നലുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. കാരണം ഇത് അവസാനത്തിലെത്തുമ്പോഴേക്കും നമുക്കിത് ചിലപ്പോൾ മിസ്സാവും. ഈ ഫ്രഷ് ആയിട്ടുള്ള കാഴ്ച എന്നുള്ള സംഗതി മിസ്സാവും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം സീനുകൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തും, അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രിവ്യൂ, സെക്കൻഡ് പ്രിവ്യൂ, തേർഡ് പ്രിവ്യൂ, ഡബ്ബിങ്ങിൻ്റെ സമയത്ത് കാണുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടാവും. ഇത് പ്രേക്ഷകന് ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടി നമുക്ക് മിസ്സാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം കിട്ടുമ്പോഴുള്ളൊരു ഗുണം അതാണ്. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് കുറച്ച് ഒരു 1-2 മാസം ഗ്യാപ്പ് കിട്ടിയിട്ട് നമുക്ക് കണ്ടൻറ്റ് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലിയർ ജഡ്ജ്മെൻറ്റ് കിട്ടും, ഇതിൽ നിന്നൊന്ന് ബ്രേക്കൊക്കെ എടുത്ത് കാണുമ്പോൾ. അപ്പോൾ എനിക്ക് കിഷ്കിന്ധാകാന്ഡത്തിൽ ഉറപ്പായിട്ട് അത് ഗുണമാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചധികം കാലം എടുത്തു എന്ന് പറഞ്ഞത് ശരിക്കും നമുക്ക് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഷാർപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടി അതുകൊണ്ട്. കൺഫ്യൂഷൻസ് ആവും. അതായത് ഇപ്പം നമ്മൾ സിംബോളിക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമുണ്ട്. ഇപ്പോൾ ടെയിൽ ഓഫ് 3 monkeys എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ ക്ലോസ്ട്രോഫോബിയ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ കട്ട്സ് ഇപ്പോൾ പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിലേക്ക് വരുന്നു, പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമോ എന്നുള്ളൊരു ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പരമാവധി ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് നമ്മൾ എഡിറ്റിൽ യൂസ് ചെയ്യും എപ്പോഴും. അത് ചില പ്രൊജക്റ്റുകളിൽ ഭയങ്കര ഒബ്വിയസ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യും അത്. അതായത് ഭയങ്കര ഫീഡിങ് വേണം എന്നുള്ള രീതിയിൽ ചെയ്യും. കിഷ്കിന്ധാകാന്ഡത്തിൽ പക്ഷെ അങ്ങനെ ശ്രമിച്ചിട്ടില്ല.
മനസ്സിലാവുന്നവർക്ക് മനസ്സിലായാൽ മതി എന്നുള്ള രീതിയിലാണ് പല സീക്വൻസുകളും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശേഷം കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ കൺഗ്രാജുലേഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് സൂര്യേട്ടനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏട്ടൻ, മെൻറ്റർ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം, കുറേ പഴയ പിക്സൊക്കെ ഇട്ടതും കണ്ടു. അപ്പോൾ ഈ ഒരു ഇതെങ്ങനെയാണ് അത് ശ്രദ്ധിച്ചിരുന്നോ? അതുപോലെ തന്നെ അത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറയുമ്പോഴാണ് ഇത് വേറൊരാളുടെ ആംഗിളിൽ കാണുന്നത് അപ്പോഴാണ്. ഞാൻ അവരോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവർ തിരിച്ചും എന്നോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. എനിക്കത് ഭയങ്കര നാച്ചുറലായിട്ടാണ് തോന്നണത്. സ്ഥിരം കാണുന്ന ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ വേറൊരാൾ പറയുമ്പോഴാണ് ഇതിനിങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും എനിക്കത് പോസിറ്റീവായിട്ടാണ് തോന്നണത്. ഇപ്പോൾ ഇവരുടെ കാര്യത്തിലാണെങ്കിൽ പോലും എന്താ പറയുക, ദിൻജിത്തും ബാഹുലാണെങ്കിൽ പോലും കുറച്ചധികം കാലത്തെ പരിചയമായി. ഇപ്പോൾ ഒരു 6-7 വർഷത്തെ പരിചയമായി. പ്രൊജക്റ്റിൻ്റെ തുടക്കം തൊട്ട് തന്നെ നമ്മളതിലുണ്ട്. അവർക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ബൂമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിന് ഒരുപാട് ടൂൾസും ഒരുപാട് ക്ലാസ്സസും അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും എഡിറ്റേഴ്സാണ്. ആഫ്റ്റർ കോവിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും എഡിറ്റേഴ്സാണ്. അപ്പോൾ എഡിറ്റിംഗ് ഇത്രയും എളുപ്പമുള്ള ഒരു പണിയാണോ? ഞാൻ എല്ലാവരോടും പറയാനുള്ളത്, എഡിറ്റിംഗ് ഒരിക്കലും എളുപ്പമുള്ള ജോലിയല്ല. എഡിറ്റിങ്ങിന് നമ്മൾ എന്താ പറയുക, നല്ല ക്ഷമ ആവശ്യമാണ്. അതായത് ഒരുപാട് സമയം ഇരുന്ന് ചെയ്യേണ്ട ജോലിയാണ്. ഇപ്പം ചില ആളുകൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി എനർജി ലെവലുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഒരുപാട് നേരം ഇരുന്ന് ഒരുപാട് നേരം ഒരു കണ്ടന്റിനെ കുറേ നേരം അനലൈസ് ചെയ്ത് കണ്ട് ചിലപ്പോൾ ഒരു 10ഓ 20ഓ 30ഓ ഓപ്ഷനുകളിൽ നിന്ന് ഒരു ബെറ്റർ ടേക്ക് ചൂസ് ചെയ്ത് കണ്ടുപിടിച്ച് ഇരുന്ന് ചെയ്യാനുള്ളൊരു ക്ഷമ ഉണ്ടാവില്ല. ഒരു സീനിന് തന്നെ മൾട്ടി ആംഗിൾസ് ഉണ്ടാവും. നമുക്ക് നമ്മളുടെ ലോജിക്ക് വെച്ചിട്ട് ഇത് എങ്ങനെ വേണമെങ്കിൽ, ഇപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കുന്ന മാതിരി എങ്ങനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എല്ലാ ഷോട്ടുകൾക്കും എല്ലാ റേഞ്ചും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഇതാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. എഡിറ്റിങ്ങിൽ എപ്പോഴും ഈ ഫസ്റ്റേജ്, ഈ ഫുട്ടേജ് ഹാൻഡിൽ ചെയ്യണ സമയം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലുമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ ആദ്യം പറയാറുള്ളത്, നിങ്ങൾക്ക് നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഈ ജോലിക്ക് ഇറങ്ങുക. ചിലർ എപ്പോഴും ചിന്തിക്കുന്നത് ഇതിൻ്റെ ഫെയിമിനെ പറ്റി മാത്രം. അതായത് ഈ കിട്ടുന്നൊരു മീഡിയ അറ്റൻഷൻ, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, കളർഫുൾ സൈഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ അതിൽ മാത്രം എക്സൈറ്റഡ് ആയിട്ട് വരുന്നവരുണ്ട്. അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല. ചിലപ്പോൾ ഒരു 200ഓ 300ഓ ദിവസം ജോലി എടുത്തതിൻ്റെ അവസാനത്തെ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ നമ്മൾ പുറത്ത് കാണുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ ബൂം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, നമ്മളൊരിക്കലും നേരിട്ട് ഇപ്പോൾ സിനിമയിലേക്കോ അതല്ലെങ്കിൽ അങ്ങനെയല്ല ഒരിക്കലും വന്നത്. ഓരോ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളുടെ കരിയറിൽ ഉണ്ടാവുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ വർക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും കയറുന്നത്. ഇപ്പോൾ AI റെവല്യൂഷൻ്റെ കാലമാണ്. അപ്പോൾ ഈ AI റെവല്യൂഷൻ എല്ലാ സോഫ്റ്റ്വെയർസിലും വന്നിട്ടുണ്ട്, എല്ലാവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് പോസ്റ്റ് പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ എളുപ്പമാക്കുകയാണോ ചെയ്യുന്നത്? AI റെവല്യൂഷനെ പറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു കമൻറ്റ് പറയാവുന്ന അവസ്ഥയല്ല സത്യത്തിൽ. കാരണം നമ്മൾ ആ ഫ്ലോവിൻ്റെ തുടക്കത്തിലാണ് തോന്നിയിട്ടുള്ളത്. എന്ത് തന്നെ പറഞ്ഞാലും ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ മാറും. അത്ര സ്പീഡിലാണ് അതിൻ്റെ റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ എന്താ പറയുക, VFXന് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ വോയിസുകൾക്ക് വേണ്ടിയിട്ട് VFXൽ ഇപ്പോൾ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് ക്രിയേഷൻ, ഈവൻ ആനിമേഷൻ, അങ്ങനെയുള്ള കുറേ മേഖലകളിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു തുടക്കമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇത് എത്ര കണ്ട് യൂസ് ആവും, എത്ര കണ്ട് ഇത് താഴെ പോകും എന്നൊക്കെ ഉള്ളത് പറയാവുന്ന ഒരു അവസ്ഥയിലല്ല നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും, എഡിറ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റുകൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ എഡിറ്റിംഗ് പാഷനേറ്റ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 സിനിമകൾ. അതൊരു ശരിക്കും കുഴക്കുന്ന ചോദ്യമാണ്. കാരണം ഏത് ഫിലിം മേക്കറോട് ചോദിച്ചാലും 4 അല്ല, ഒരു 400 എണ്ണം പറയാനുണ്ടാവും ഉറപ്പായിട്ടും. അത് ഓരോ വർഷവും നമ്മളുടെ ലിസ്റ്റ് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നത്, ഒരു സ്റ്റുഡൻസിനോട് പറയാവുന്ന 4 പേരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കാണാവുന്ന
വേണമെങ്കിൽ ഒരു 4 പേര് പറയാം. ഒരിക്കലും മസ്റ്റായിട്ടും അതാണെന്നല്ല. ഞാൻ ആദ്യം എൻ്റെ എന്താ പറയുക കരിയർ തുടങ്ങുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇനാരിറ്റുവിൻ്റെ അമിറോസ് പെറോസ്. അപ്പോൾ അതിൻ്റെ എഡിറ്റ് പാറ്റേൺ ഈ പറഞ്ഞ പോലെ അന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. ഏകദേശം അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മളുടെ മണിരത്നത്തിൻ്റെ ആയുധെഴുത്ത് വന്നിട്ടുള്ളത്. ഈവൻ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിലും എഡിറ്റിംഗ് ട്രൈ ചെയ്തേക്കുന്ന ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും സ്റ്റുഡൻസിന് കമ്പയർ ചെയ്യാവുന്ന 3 പ്രൊജക്ട്സാണ്. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളൻ്റെ മൊമൻറ്റോൻ്റെ എഡിറ്റിംഗ് നമ്മുടെ ഇവിടുത്തെ ഗജനി ഏറെക്കുറെ അതിനോട് സാമ്യമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം സജസ്റ്റ് ചെയ്യാവുന്ന സിനിമകളാണ്. കഴിഞ്ഞ വർഷം മലയാള സിനിമ എന്ന് പറയുന്നത് ആസിഫ് അലി എന്ന നടൻ്റെ കൂടെയാണ്. കാരണം രേഖാചിത്രം, കിഷ്കിന്ധാകാന്ഡം, തലവൻ്റെ പ്രസ് മീറ്റിൽ ആസിഫ് അലി സൂര്യചേട്ടനെ മെൻഷൻ ചെയ്തു, എഡിറ്ററാണ് സിനിമയുടെ ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു നടൻ്റെ ഒരു വളർച്ചയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതേപോലെ തന്നെ ആ ഒരു മെൻഷനിങ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എന്താണ് തോന്നിയത്? ആസിഫ് അലിനെ കുറേ കാലമായിട്ടുള്ള പരിചയമാണ്. അതായത് എൻ്റെ ആദ്യത്തെ സിനിമ വെള്ളിമൂങ്ങയിലും ആസിഫ് അലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആസിഫ് അലിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് 2018 ഇവരുടെ തന്നെ, അതായത് ദിൻജിത്തിൻ്റെയും ബാഹുലിൻ്റെയും സിനിമയായിട്ടുള്ള കക്ഷി അമ്മിണിപ്പിള്ളയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ശരിയാവും ചെയ്തു, പിന്നെ തലവൻ ചെയ്തു, ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡം ചെയ്തു. അങ്ങനെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. പിന്നെ ഈ തലവൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ തലവൻ ഒരുപാട് വലിപ്പമുള്ള സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ ആസിഫിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ജിസ്. അപ്പോൾ ജിസിനെ എപ്പോൾ വിളിക്കുമ്പോഴും സ്റ്റുഡിയോയിലാണ്, സൂരജിൻ്റെ അടുത്താണെന്ന് പറയും. അങ്ങനെ അത് കുറച്ചധികം കാലം എടുത്തു, അതിൻ്റെ എഡിറ്റിങ് കുറച്ചധികം കാലം എടുത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഫൈനൽ ഫിലിം കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ആ പ്രസ് മീറ്റിൽ ആസിഫ് പറഞ്ഞത് ഇതിൽ കുറേയധികം കാലം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. എന്തായാലും സന്തോഷം. ഇപ്പോൾ എന്താ പറയുക, സിനിമയുടെ ക്യാമറയ്ക്ക് മുന്നിലുള്ളവർ പിന്നിലുള്ളവരുടെ എഫർട്ടും കൂടി മനസ്സിലാക്കണു എന്ന് പറയുന്നത് എന്തായാലും വളരെ നല്ല കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ചോദിക്കാം. ഇപ്പം ഞാൻ കണ്ട സിനിമാ പ്രവർത്തകരിൽ ഒരു ഭയങ്കര സാത്വികമായിട്ട് ഇടപെടുന്ന ഒരു ബിജിയേട്ടനെയൊക്കെ പോലെ, ബിജുബാലിനെയൊക്കെ പോലെ സാത്വികമായിട്ട് ഇടപെടുന്ന ഒരാളാണ് സൂര്യേട്ടൻ. അപ്പോൾ ഈ അഗ്രസീവ്നെസ് ഇല്ലായ്മ എന്തെങ്കിലും തരത്തിൽ കരിയറിനെ ഗുണമായോ ദോഷമായോ ബാധിച്ചിട്ടുണ്ടോ? പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ബാധിച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതായത് ഞാൻ എന്താ പറയുക, ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നുള്ളത് വേറൊരാൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കരിയറിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആളുകളെ വിളിക്കുക, സംസാരിക്കുക, സംവിധായകരെയൊക്കെ വിളിക്കുക, അതല്ലെങ്കിൽ അങ്ങനെയുള്ള അഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് പരാതിയായിട്ടൊക്കെ പറയുന്നുണ്ട്. ഞാൻ അഗ്രസീവ് ആവണമെന്ന് എൻ്റെ ഉള്ളിൽ ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഒരിക്കലും ഇതിൻ്റെ പുറത്തല്ല. അതായത് ഞാൻ കംപ്ലീറ്റ്ലി എഡിറ്റിങ്ങിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കൂടുതൽ അഗ്രസീവ് ആവേണ്ടതും കൂടുതൽ ഷാർപ്പ് ആവേണ്ടതും എൻ്റെ തൊഴിലിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പക്ഷേ കുറച്ചും കൂടിയൊക്കെ എന്താ പറയുക, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മളുടെ പ്രൊഫഷണലി ഉള്ള കാര്യങ്ങൾ കൂടുതൽ അഗ്രസീവ് ആവുക, അതിനുവേണ്ടി കൂടുതൽ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക, വർക്കിൽ കൂടുതൽ ഷാർപ്പ് ആവുക എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാത്വിക മനോഭാവം എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ, അത് വേറൊരാൾ കാണുമ്പോൾ തോന്നുന്നതായിരിക്കും. എന്താണെന്നുള്ളത് ഞാനല്ലല്ലോ പറയേണ്ടത്, ഉറപ്പായിട്ടും മൂന്നാമതൊരാളാണ് പറയേണ്ടത്. ഇത്രയും നേരം വളരെ ഹൃദ്യമായ രീതിയിൽ നമ്മളോട് സംവദിച്ച സൂര്യേട്ടന് ഞങ്ങളുടെ എല്ലാം നന്ദിയും സ്നേഹം. താങ്ക് യു.